നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ സമരങ്ങൾക്ക് ഒഴിവു വന്ന ദിവസമാണ് ഇന്ന്. ഏതാണ്ട് 114 ദിവസത്തോളം നീണ്ട പ്രക്ഷുബ്ധമായ കാലം. കേരളത്തിന് ഇത്തരമൊരനുഭവം ഇതാദ്യം. ഇന്നലെ നടന്ന അയ്യപ്പ സംഗമത്തോടെയാണ് വലിയൊരു ഘട്ടം കഴിഞ്ഞത്. ആത്മീയ നേതാക്കളെ അണിനിരത്തിയ പരിവാറിന്റെ സംഗമത്തിനെതിരെ CPM കടുത്ത നിലപാടെടുത്തു. ഇന്നലത്തെ സംഗമത്തിന്റെ മുഖ്യാകർഷണം അമൃതാനന്ദമയിയായിരുന്നു. അവർ പങ്കെടുക്കുമെന്ന സൂചന വന്നപ്പോഴേ കോടിയേരി നടത്തിയ പ്രതികരണം പരിധി വിട്ടതായിരുന്നു. അമൃതാനന്ദമയി എല്ലാ പ്രായപരിധിയിലും പെട്ട യുവാക്കളെ കാണാറുണ്ട്, സ്ത്രീകളെയും കാണാറുണ്ട്. അമൃതാനന്ദമയിയും നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അവരുടെ ബ്രഹ്മചര്യത്തിന് ഈ ആളുകളെ കണ്ടതുകൊണ്ട് ഇത്രയും കാലം വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ? കോടിയേരിയുടേതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാക്കുകളാണിത്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് അത്ര വലിയ അപരാധമാണോ? ആര് എവിടെ പോകണം എന്ന് നിശ്ചയിക്കുന്നത് CPM-ഉം സർക്കാരുമാണോ? സർക്കാരിനും CPM-നും ഒപ്പമല്ലെന്ന് കണ്ടവരൊക്കെ സംഘപരിവാറുകാരാണോ? ഒരാളെയും CPM-ഉം സർക്കാരും വെറുതെ വിടുന്നില്ല. വിശ്വാസികളുടെ നേർക്ക് ആദ്യം കുതിര കയറി, തന്ത്രിക്ക് നോട്ടീസ് നൽകി പാരതന്ത്രത്തിലാക്കി, കോടതിയിൽ കള്ളക്കണക്ക് നൽകി. ഇപ്പോൾ അമൃതാനന്ദമയിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം പോലുമില്ല പാർട്ടിയും സർക്കാരും വിശ്വാസികൾക്കെതിരെ എന്തെങ്കിലും പറയാത്തതായി. എവിടേക്കാണ് ഈ പാർട്ടിയും സർക്കാരും പോകുന്നത്? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്: പരിധി വിടുന്നോ പാർട്ടിയും സർക്കാരും? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് K. ചന്ദ്രൻപിള്ള, കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ, സുപ്രീം കോടതി അഭിഭാഷക ഉഷാ നന്ദിനി എന്നിവർ. അധിക്ഷേപിക്കലിന് അവസാനമില്ലേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ K. ചന്ദ്രൻപിള്ള, എന്തുകൊണ്ടാണ് മാതാ അമൃതാനന്ദമയിക്കെതിരെ ഇത്ര കർക്കശമായ ഭാഷയിൽ കോടിയേരി സംസാരിച്ചത്? അത് വേണുവിൻ്റെ ചോദ്യം അഡ്രസ്സ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ ക്യാപ്ഷനായി പറഞ്ഞ പാർട്ടിയും സർക്കാരും പരിധി വിടുന്നോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അവിടെ ഈ പരിധി എന്താണെന്ന് നമുക്ക് അതൊരു പരസ്പര ധാരണയിലെത്തണം. രാജ്യത്ത് എല്ലാവർക്കും ബാധകമായ പരിധി സാമൂഹ്യ ജീവിതത്തിലും പൗരരും രാജ്യത്തെ നിയമവാഴ്ചയാണ്. ആ നിയമവാഴ്ച പരസ്യമായി ലംഘിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിധി വിടൽ. നാം ഇപ്പോ അത്ര വിശാലാർത്ഥത്തിലല്ല ആ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ശബരിമല വിഷയത്തിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്ന ഒരു രീതി സർക്കാരും CPM-ഉം പുലർത്തുന്നു. അതാണ് അത് മാത്രമാണെങ്കിൽ അതിലേക്ക് വരാം. മറ്റത് നമുക്ക് ആവശ്യമുണ്ട്, വേണമെങ്കിൽ അതിലേക്ക് പോകണം. അതായത് കോടിയേരിയുടെ ഇന്നലത്തെ പ്രസ്താവന അയ്യപ്പ ഭക്ത സംഗമത്തിൽ മാതാ അമൃതാനന്ദമായി പങ്കെടുത്തത് ശരിയായില്ല എന്നാണ്. അതിൻ്റെ ആകത്തുക അതാണ്. അത് ശരിയാണല്ലോ, ഞാനതിനെ പൂർണ്ണമായും പിന്താങ്ങുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ അയ്യപ്പ ഭക്ത സംഗമത്തിനകത്ത് നടന്ന പ്രസംഗങ്ങളുടെ സ്വഭാവം നിങ്ങൾ നോക്കണം. പ്രത്യേകിച്ചും സെൻകുമാറിൻ്റേത്. അവിടെ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂനപക്ഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ ഭേദഗതിയാണ് സെൻകുമാറിൻ്റെ ആവശ്യം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, കേരളത്തിലെ പരിണതപ്രജ്ഞനായ ഒരു സാമുദായിക നേതാവ് കൂടിയായ അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടൊരു അഭിപ്രായം പറഞ്ഞു, അതൊരു സവർണ സംഗമമായി എന്ന്. മാതാ അമൃതാനന്ദമയിയെ സംബന്ധിച്ച് നമുക്കുള്ള ധാരണകളും പ്രതിച്ഛായയും ഇന്നലത്തെ ആ സംഗമത്തിലേക്ക് പോയതോടുകൂടി വലിയ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവിടെ BJP-യെ പോലും ഇന്നലെ പങ്കെടുപ്പിച്ചിട്ടില്ല. അവരുടേതായ ആഭ്യന്തര കാരണങ്ങൾ കൊണ്ട് സംഘപരിവാറിന്റെ തീരുമാനം. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ശ്രീ ചന്ദ്രൻപിള്ള. ഇപ്പോൾ കൃത്യമായൊരു നിലപാട്, ആ നിലപാടിന് വിരുദ്ധമായി ഒരു കൂട്ടായ്മയിൽ എത്തുമ്പോഴുണ്ടാകുന്ന പൊരുത്തക്കേട്, ഇതാണ് അങ്ങ് ഈ അയ്യപ്പ സംഗമത്തിലെ അമൃതാനന്ദമയിയുടെ സാന്നിധ്യവുമായി ചേർത്ത് വ്യാഖ്യാനിക്കാൻ നോക്കുന്നത്. നിങ്ങളൊരു മതിൽ പണിഞ്ഞല്ലോ, അതിൽ ആരെയൊക്കെയാണ് കൂട്ടിയത്? ഏതൊക്കെ തരക്കാരായിരുന്നു അവർ? അതിനു മുൻപും അതിന് ശേഷവും അവർ പറഞ്ഞത് എന്താണ്? പരസ്പര വിരുദ്ധം തന്നെയായിരുന്നു.
പക്ഷെ നിങ്ങൾ അതിനൊരു വ്യാഖ്യാനം ചമച്ചു, നിങ്ങൾക്ക് മാത്രം ദഹിക്കുന്നത് അത് ഈ നാടൊട്ടുക്ക് ദഹിക്കണമെന്ന് പറഞ്ഞുകൂടാ. നിങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയിലെങ്കിലും ഒരവകാശം എന്ന നിലയ്ക്ക് അത് അനുവദിച്ചു തരാം. മറ്റുള്ളവർ നടത്തുന്ന പരിപാടിയിലും എങ്ങനെയായിരിക്കണം അത്? ഏതൊക്കെ തരത്തിലുള്ള പൂർവാപര വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ല? എങ്ങനെയായിരിക്കണം ഒരു കാര്യത്തിന് സമ്യക് സ്വഭാവം ഉണ്ടാകുന്നത്? ഇത് കയ്യിൽ വെച്ചാൽ മതി ശ്രീ ചന്ദ്രൻപിള്ള. അല്ലല്ല, അങ്ങനെയൊക്കെ അവസാന പ്രസ്താവന നടത്താൻ വേണു തയ്യാറാവുകയാണെങ്കിൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാധ്യമങ്ങളുടെ ധാർമ്മികതയ്ക്കകത്തും ആ പരിധിക്കകത്ത് നിൽക്കാൻ വേണു തയ്യാറാണ്. നമുക്ക് ശാന്തമായി ഏത് വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് അഭിപ്രായം പറയാം. കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ പറയണമെങ്കിൽ ചർച്ചയ്ക്ക് ഒരാളെ വിളിക്കേണ്ടി വരും. അങ്ങ് കയ്യിൽ വെക്കണമെന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത്, ഒരു വാക്പ്രയോഗമല്ലേ അത്? പറയൂ, ഏത് വിഷയത്തെക്കുറിച്ചും ഒരു മുൻവിധിയുമില്ലാതെ നല്ല നിലയ്ക്ക് തുറന്ന ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ അമൃതാനന്ദമയി വരുന്നു. അമൃതാനന്ദമയി ഇനി എന്തൊക്കെ പറഞ്ഞാലും വലിയൊരു രൂപത്തിൽ സ്വീകാര്യയാണ്. അവരവിടെ വരുന്നു എന്നത് അങ്ങേയറ്റം CPM-നെ അലോസരപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. സെൻകുമാറിൻ്റെ കാര്യമൊക്കെ ഇവർ മുൻകൂട്ടിയും പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. സെൻകുമാർ ഇന്നലെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വരാം. അങ്ങനെയല്ല, പറയുന്നതിന് മുൻപാണ് അമൃതാനന്ദമയിയെ പറ്റി അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത്. സെൻകുമാർ ഇപ്പോൾ പറഞ്ഞതിന് ശേഷം ആണല്ലോ ശ്രീ ചന്ദ്രൻപിള്ള അതിനോട് വിമർശനം ഉന്നയിച്ചത്. അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അമൃതാനന്ദമയി പറഞ്ഞിട്ടുണ്ടോ? അവരിന്നലെ അവിടെ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ ഇല്ല. വിശ്വാസികളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഉത്കണ്ഠകൾ അവരവരുടെ തലത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് ആരെയും അധിക്ഷേപിക്കാതെയാണ് പറഞ്ഞത്. കോടിയേരി എന്താണ് ചെയ്തത്? ശ്രീ വാഴക്കൻ, ഒരു സെക്കൻഡ് ശ്രീ വാഴക്കൻ, രാഷ്ട്രീയ കൂട്ടുകെട്ട് വളർന്നു വരുന്നതിൻ്റെ മറ്റൊരു മുഖമാണ് ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുക്കുന്നത്. ബ്രാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ പോകുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പോലുമില്ല. ഉറപ്പ് കോടിയേരിക്ക് കിട്ടുന്ന മുറയിൽ തന്നെ രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങുകയാണ്. ആരുടെ രാഷ്ട്രീയം? അവരവരുടെ രാഷ്ട്രീയം പറയാം. അമൃതാനന്ദമയിയുടെ രാഷ്ട്രീയം കൂടെ നിർവചിക്കുകയാണ്. അവിടെയും കഴിയുന്നില്ല. അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട മഠമാണ്. ഇന്നലെ മുതൽ അങ്ങനെ അല്ലാതായി എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ ശ്രീ വാഴക്കൻ? മഠവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്, കേട്ടോണം. ആ മഠത്തിന് ഒരു രാഷ്ട്രീയ സ്വഭാവമില്ല, അതിൽ പ്രവർത്തിക്കുന്നവർക്കൊന്നും അത് പാടില്ല എന്ന് പറയുന്നതിൻ്റെ അടുത്ത വരിയിൽ പറയാണ് അവിടെ വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളവർ ഉണ്ട്. അവർ ഇവരുമായി വിയോജിപ്പിലാണ്. അത് പരിഗണിക്കാതെ അങ്ങോട്ടേക്ക് പോയിക്കൂടാ. എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് CPM? ഓരോ സംവിധാനങ്ങളും ഇവരുടേതുപോലെ തന്നെ വളരെ ഒരു രാഷ്ട്രീയ ചട്ടക്കൂടുള്ളതാണ്. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കണം. അതിനുശേഷം വേണം മേൽ നടപടികളിലേക്ക് പോകാൻ. എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രസ്ഥാനവും ഇതിൻ്റെ സർക്കാരും? ഞാൻ വളരെ നേരത്തെ തന്നെ ഈ ശബരിമല വിഷയം ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം നടത്തിയതാണ്. ജനാധിപത്യത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ജനാധിപത്യമില്ലാതിരുന്ന അല്ലെങ്കിൽ ജനാധിപത്യം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ജർമ്മനിയിലും അതുപോലെയുള്ള മറ്റു പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ സംഭവിക്കാറുള്ളതാണ്. ഇവിടെ ഒരു പാർട്ടിയുടെയും അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നേതൃത്വം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു. ആ വ്യക്തി അതുകൊണ്ട് തന്നെ അധികാരം കൊണ്ട് കണ്ണ് കാണാതാകുന്നൊരവസ്ഥയുണ്ടാകുന്നു. അഹങ്കാരം, ധിക്കാരം, തണ്ട് രോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് ബാധിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ നടപടികളുമൊക്കെ ഒരു സമൂഹം അനുഭവിക്കാൻ വിധിക്കപ്പെടുക എന്ന് പറയുന്ന വല്ലാത്തൊരു ഗതികേടിലാണ് ഇന്ന് കേരളം. ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് എല്ലാ അധികാരവും കേന്ദ്രീകരിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മുന്നണിയും പാർട്ടിയും എല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അപ്രസക്തമാകുകയും അവരെല്ലാം ദാസ്യന്മാരാകുകയും ചെയ്യുമ്പോൾ അതിനകത്തൊരു ചോദ്യം ചെയ്യാനോ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനോ കഴിവുള്ള ആരും ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കുറെ കാലമായി മുഖ്യമന്ത്രിയും കോടിയേരിയും ഒരേ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി പറയാത്ത അതിനേക്കാൾ കടത്തിയുള്ള പ്രയോഗങ്ങളാണ് ശ്രീ കോടിയേരി നടത്തിയത്. അല്ല, കോടിയേരിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കോടിയേരി കഴിഞ്ഞ കുറേ കാലമായി വളരെ നിലവാരമില്ലാത്ത പ്രസ്താവനകളാണ്. അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ആരും അതെങ്കിലും ശ്രദ്ധിക്കപ്പെടാറില്ല. കാരണം അത് പിണറായി വിജയൻ്റെ അഭിപ്രായങ്ങളെ ആരും ശ്രദ്ധിക്കാറുള്ളൂ. കാരണം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വലിയ വില സമൂഹവും കൽപ്പിക്കുന്നില്ല, പാർട്ടിക്കാരും കൽപ്പിക്കുന്നില്ല, ആരും കൽപ്പിക്കാറില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ, അത് പ്രതിപക്ഷ നേതാക്കളെക്കുറിച്ചാണെങ്കിലും മറ്റു പാർട്ടികളെക്കുറിച്ചാണെങ്കിലും നിലവാരമില്ലാത്ത കുറേ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കുറച്ച് കാലമായി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ നാവിൽ നിന്നും പുറത്തു വരാറുള്ളത്. ഇന്നലെ
അമൃതാനന്ദമയിക്കെതിരെ എന്തായാലും ലോകം ആരാധിക്കുന്ന, ലോകത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള, അവർ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. വളരെ മഹനീയമായ ഒരു വ്യക്തിത്വം. അവരെക്കുറിച്ച് അവരവരുടെ ഒരു അഭിപ്രായം, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട, അദ്ദേഹം അവരൊരു രാഷ്ട്രീയ നിലപാടൊന്നും പറഞ്ഞിട്ടില്ല. വിശ്വാസികളും അവിശ്വാസികളും കേരളത്തിൽ രണ്ടായി നിൽക്കുകയാണ്. ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് ശബരിമലയിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നവരാണ്. അപ്പോൾ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സംഘപരിവാറിൻ്റെ അജണ്ടകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകാം. അങ്ങനെ ഒരു അജണ്ടയ്ക്ക് സംഘപരിവാറിന് കേരളത്തിൽ അവസരമുണ്ടാക്കി കൊടുത്തത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ സർക്കാരും പിണറായി വിജയനുമാണ്, മറ്റാരുമല്ല. എത്രയോ തവണ എല്ലാവരും മുന്നറിയിപ്പ് നൽകിയതാണ്. സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടിക്കാരും പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് പ്രശ്നം ശരിയാണ്. പക്ഷേ അന്തിമമായി എന്ത് സംഭവിക്കുന്നു? ശ്രീ ചന്ദ്രൻപിള്ള ചൂണ്ടിക്കാട്ടുന്നത് പോലെ BJP-ക്കാരെല്ലാം നിലത്തിരിക്കുന്നു സദസ്സിൽ. വേദിയിൽ ആർക്കൊക്കെയാണ് ഇടം കിട്ടിയത്? അപ്പോൾ ഒരു ആത്മീയ പരിവേഷം നൽകിക്കൊണ്ട് കൂടുതൽ സ്വീകാര്യത നൽകുക, അതും പരിവാറിൻ്റെ ഒരു തന്ത്രമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കാം. അതെ, ആ ഒരു തന്ത്രത്തിലേക്ക് അല്ല, ഒരു നിമിഷം, ആ ഒരു തന്ത്രത്തിലേക്ക് നിർബന്ധപൂർവം സാഹചര്യം ഒരുക്കി കൊടുത്തു CPM-ഉം സർക്കാരും എന്ന അങ്ങയുടെ വാദം അംഗീകരിക്കുന്നു. ഇനി നമ്മുടെ മുന്നിലുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ അവരെ അത്രത്തോളം കുറ്റപ്പെടുത്തും, പക്ഷേ നിങ്ങൾ നിലപാടെടുക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. അത് ഈ പരിവാറുകാർ BJP-ക്കാരെ നിലത്തിരുത്തിയിട്ട് മേളിൽ അമൃതാനന്ദമയെ അടക്കമുള്ള മഠാധിപന്മാരെ നിരത്തിയിരുത്തിക്കൊണ്ട് ഇതേ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാൽ അതിൽ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണ്? അമൃതാനന്ദമയി അതിൽ പങ്കെടുത്തത് ശരിയോ തെറ്റോ എന്നതിൽ ഖണ്ഡിതമായൊരു അഭിപ്രായം പറയേണ്ടി വരും. കാരണം സദസ്സിലെ നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാൻ കഴിയൂ, വേദിയിൽ രാഷ്ട്രീയം കാണാൻ കഴിയില്ല. അതൊരു പ്രതീതി സൃഷ്ടിക്കലായിരുന്നോ അല്ലയോ എന്നതിൽ നിങ്ങളുടെ നിലപാട് പ്രധാനമാണ്. ശ്രീ വാഴക്കൻ, ഇത് രാഷ്ട്രീയമാക്കി മാറ്റുവാൻ വേണ്ടി സംഘപരിവാറിനുള്ളിൽ പദ്ധതി ഉണ്ടാകാം, BJP-ക്കും അതിനകത്ത് പദ്ധതി ഉണ്ടാകാം. പക്ഷേ അത്തരമൊരു പദ്ധതിയിലേക്ക് കേരളത്തെ തള്ളിവിടാതിരിക്കുന്നത് വിശ്വാസികൾക്കൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിലെ പ്രതിപക്ഷവും ഉള്ളതുകൊണ്ടാണ്. വിശ്വാസികൾക്ക് അവരിലും വിശ്വാസമുണ്ട്. ഇവിടെ ഈ തരത്തിൽ പലതരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ പല സംസ്ഥാനത്തും നടത്താറുണ്ട്. അവിടെയൊക്കെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരിയുടെ വിവേകക്കുറവ് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഏതായാലും കേരളം പോലൊരു സംസ്ഥാനത്ത് സംഘപരിവാറിൻ്റെ അജണ്ടയൊന്നും പൂർണ്ണമായിട്ട് വേവാൻ പോകുന്നില്ല. അവിടെ ആ വേദികളിൽ നിന്നിട്ടുള്ള നേതാക്കന്മാരിൽ അവരൊന്നും പലതും സംഘപരിവാറിൻ്റെ ആളുകളല്ല. അമൃതാനന്ദമയി ഒരിക്കലും സംഘപരിവാറിൻ്റെ ആളായിരുന്നിട്ടില്ല. അതിന് ഏറ്റവും കൂടുതൽ ആളെ കൂട്ടിയിട്ടുള്ളത് NSS ആണ്. ആ NSS-ൻ്റെ നേതാക്കളെ തിരുവനന്തപുരത്തെ നേതാക്കന്മാർ അതിൻ്റെ സ്റ്റേജിലുണ്ടായിരുന്നു. അവരാരും സംഘപരിവാറിൻ്റെ ആളുകളല്ല. പ്രകാശാനന്ദ സംഘപരിവാറിൻ്റെ ആളൊന്നുമല്ല. അവരാരും അവരെ സവർണരുമല്ല. അവരൊക്കെ പലരും അവർണരുമാണ്. അപ്പോൾ ആ നിലയിലുള്ളൊരു വിലയിരുത്തലൊന്നും കാര്യമില്ല. പക്ഷേ വിശ്വാസികൾക്ക് ഇതുപോലെ, അവിടെ ഒരു സ്വാമി പറഞ്ഞതുപോലെ, വിശ്വാസികൾക്ക് ഇതുപോലെ ഒന്നിപ്പിക്കാനുള്ള അവസരം പിണറായി വിജയൻ ഉണ്ടാക്കി. അതുവഴിയായി സംഘപരിവാർക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് ലാഭം കൊയ്യാനുള്ള അവസരം ഉണ്ടാക്കിയത് ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഏത് രാഷ്ട്രീയ അജണ്ടയാണ്? ഇത് നരേന്ദ്രമോദിയും പിണറായി വിജയനുമായിട്ടുള്ള ഒത്തുതീർപ്പാണോ എന്ന് ഞങ്ങൾ ആദ്യം മുതലേ സംശയിച്ചിട്ടുണ്ട്. ഇന്നലെയും ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാത്തൊരു ഭാഷ ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹം ഒരു ശ്രീലങ്കൻ യുവതി കയറി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. മറ്റാരും അവകാശപ്പെട്ടിട്ടില്ല, യുവതി പോലും. അദ്ദേഹം എന്താ ഇന്ന് ഹർത്താൽ ഇല്ലേ എന്നൊരു മുഖ്യമന്ത്രി പറയണമെങ്കിൽ അദ്ദേഹം DYFIയുടെ നിലവാരത്തിൽ നിന്നും ഇപ്പോഴും ഉയർന്നിട്ടില്ല. ഒരു സ്റ്റേറ്റ്സ്മാനോ ഒരു ഭരണാധികാരിയോ മുഖ്യമന്ത്രിയോ ആയിട്ടില്ല. ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞ രോഗങ്ങളും അഹങ്കാരത്തിൻ്റെ ഭാഷയും തന്മർമാണത്തിൻ്റെ ഭാഷയുമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വരാം. അതിനു മുൻപ് ഇത്ര കർക്കശമായ രാഷ്ട്രീയ പ്രതികരണം നടത്തിയിരിക്കുന്നതുകൊണ്ട് ശ്രീ ചന്ദ്രൻപിള്ളയ്ക്ക് അതിന് മറുപടിക്കുള്ള അവസരം. ശ്രീ ചന്ദ്രൻപിള്ള, മറുപടി. ശ്രീ വാഴക്കൻ വളരെ ഉദാരമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് പാർട്ടി പ്രതിനിധിയാണ് വാഴക്കൻ എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു അഭിപ്രായം ഇപ്പോഴും ഉണ്ടല്ലോ. ഇവിടെ വിശ്വാസികൾക്കെതിരായിട്ട് ആരെങ്കിലും യുദ്ധം ചെയ്യുന്നുള്ള മട്ടിൽ ഈ പ്രസംഗം മുഴുവൻ നടത്തേണ്ട കാര്യം എന്താ ഉള്ളത്? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് വരുന്ന വനിതകൾക്ക് പ്രവേശനം അനുവദിക്കാനും സംരക്ഷണം കൊടുക്കാനും സംസ്ഥാന ഗവൺമെൻറ് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകാത്തത് എന്താണ്? ആ ബാധ്യതയല്ലാതെ മറ്റെന്താണ് ഈ സംസ്ഥാന ഗവൺമെൻറ് നിർവഹിച്ചത്? നടത്തിയ സമരങ്ങളെല്ലാം പൊളിഞ്ഞത് എങ്ങനെയാണ്? അവസാനം ഇന്നലെ ഉപസംഹരിക്കുകയും ചെയ്തല്ലോ. എവിടെ എത്തി നിൽക്കുന്ന കാര്യം? ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ അമൃതാനന്ദമയിയുടെ അഭിപ്രായത്തോട്
അവർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കോടിയേരിയെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുകൂടി പറയാം, ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതായത് മാതാ അമൃതാനന്ദമയി പറഞ്ഞതിനകത്ത് ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നത് ശബരിമലയിലെ സംഭവവികാസങ്ങൾ ദൗർഭാഗ്യകരമാണെന്നാണ്. ആ നിരീക്ഷണം അവരുടേതുപോലൊരു പദവിയിൽ നിന്ന് പറയുമ്പോൾ അത് ശരി തന്നെയാണ്. പിന്നീട് ആചാരങ്ങൾ ക്ഷേത്രങ്ങൾക്കുള്ളത് സംരക്ഷിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് വലിയ അബദ്ധമാണ്. ആ അബദ്ധം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇതുവരെയുള്ള വരവും വളർച്ചയും ചരിത്രവും നവോത്ഥാന പാരമ്പര്യങ്ങളും ആകെ കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ആ പ്രസ്താവന ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം തെറ്റും ആത്മഹത്യാപരമായ പ്രസ്താവനയാണ് അവർ നടത്തിയത്. ആചാരങ്ങളെ അങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത് നാടിൻ്റെ താല്പര്യമേ അല്ല. മാനുഷിക മൂല്യങ്ങളാണ് നമ്മൾ സംരക്ഷിക്കുക. ആ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾക്കകത്ത് ഒരുപാട് നമ്മൾ പലതും ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മറ്റൊന്ന്, ബ്രഹ്മചര്യം സംബന്ധിച്ച് കോടിയേരി പറഞ്ഞതിനകത്ത് എന്താ തെറ്റുള്ളത്? ഒരു ശരിയായിട്ട് ചോദ്യം ചോദിക്കുകയല്ലേ ചെയ്തത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന നിലപാടിനോട് നേരിട്ട് തന്നെ ഒന്ന് ചോദ്യം ചെയ്യുന്ന സമീപനം കോടിയേരി എടുത്തത് ശരിയല്ലേ? പ്രശ്നം എന്താണ്? കേരളത്തിൽ സംഭവിക്കുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾക്കുള്ള ആകത്തുക ശ്രീധരൻപിള്ള പറഞ്ഞത് ഇതൊരു സുവർണാവസരമാണ് ശബരിമല വിധി. ആ സുവർണാവസരം ഉപയോഗിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞു. അവസാനം അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ആളെ കൂട്ടി. എന്നിട്ട് മുൻ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്ന ഒരാളവിടെ വന്നിട്ട് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തി. അങ്ങനെയൊരു സ്ഥലത്ത് മാതാമൃതമയെ പോലൊരാൾ പങ്കെടുക്കുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു തന്നെയാണ് കോടിയേരി പറഞ്ഞത്. അത് ശരിയാണ്. ശരി, ഞാൻ രണ്ടുപേരിലേക്കും വരാം. അഡ്വക്കേറ്റ് ഉഷാ നന്ദിനിയിലേക്ക് കൂടി. അഡ്വക്കേറ്റ് ഉഷാ നന്ദിനി, ഇവിടെ ഈ അമൃതാനന്ദമയിക്കെതിരായിട്ടുള്ള പരാമർശമാണ് ഇതുവരെ ചർച്ച ചെയ്തത്. അതിൽ അങ്ങേക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പറയാവുന്നതാണ്. എൻ്റെ ചോദ്യം, അമൃതാനന്ദമയി മാത്രമല്ല ഇത്തരം അധിക്ഷേപങ്ങൾക്കിവിടെ ഇരയായിട്ടുള്ളത്. തന്ത്രിയും ഇതുപോലെ തന്നെ വിധേയനായിട്ടുള്ള ആദരണീയനായ മറ്റൊരു വ്യക്തിയാണ്. തന്ത്രിക്കിപ്പോൾ 15 ദിവസത്തെ സാവകാശം അധികമായി ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബിന്ദുവും കനകദുർഗയും സുപ്രീം കോടതിയിലേക്ക് പോയല്ലോ. ആ സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഈ ശുദ്ധിക്രിയ നടത്തിയതിനെതിരെ കോടതിയുടെ ഒരു ഇടപെടലുണ്ടാകണം, അതുപോലെ തന്നെ തന്ത്രിക്കെതിരെ നടപടി ഉണ്ടാകണം എന്നതുകൂടിയായിരുന്നു. അത് രണ്ടും കോടതി പരിഗണിച്ചില്ല. കോടതിയുടെ ശ്രദ്ധയിൽ വരാതെ പോയതല്ല, അത് പരിഗണിച്ചില്ല എന്നു മാത്രമല്ല, അത് റിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇതുകൂടി ചേർത്തുകൂടെ എന്ന് അവരുടെ അഭിഭാഷക ചോദിച്ചപ്പോൾ അതിനും സുപ്രീം കോടതി തയ്യാറായില്ല. നിയമവിദഗ്ധർ പറയുന്നത് ഇത് യാദൃച്ഛികമല്ല എന്നാണ്. കാരണം ഇത് അംഗീകരിച്ചിരുന്നു കോടതിയെങ്കിൽ സെപ്റ്റംബർ 28 ഭരണഘടനാ ബെഞ്ചിൻ്റെ ഉത്തരവ് കർശനമായി നടപ്പാക്കുക എന്ന സ്വഭാവം അതിൽ വരുമായിരുന്നു ആ ഉത്തരവിന്. ഇപ്പം ഇവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ശബരിമലയിലേക്ക് പോകുന്നവർക്ക് സംരക്ഷണം വേണം. ബിന്ദുവും കനകദുർഗയും ആവശ്യപ്പെട്ടല്ലോ. ഈ പറയുന്ന ശുദ്ധിക്രിയ നടത്തിയതിനെതിരെ നടപടി വേണം, തന്ത്രിക്കെതിരെ നടപടി വേണം. ഇതൊന്നും പരിഗണിക്കാതിരിക്കുമ്പോൾ സെപ്റ്റംബർ 28 വിധി കർശന സ്വഭാവത്തോടെ നടപ്പാക്കണം എന്ന അഭിപ്രായം ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ചിനുണ്ടായിരുന്നില്ല എന്നല്ലേ കരുതേണ്ടത്? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ തന്ത്രിക്കെതിരെ ദേവസ്വം ബോർഡ് നടത്തുന്ന ഈ നീക്കം നിയമസാധുതയുള്ളതാണോ? വേണം പറഞ്ഞു തുടങ്ങുമ്പോൾ തുടക്കം തന്നെ ഞാൻ പറയാം, ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലെയും വക്താവായിട്ട് വന്നിരിക്കുന്നതല്ല, ഒരു അഭിഭാഷക മാത്രമല്ല, ഞാനൊരു വിശ്വാസി കൂടിയാണ്. ഞാൻ ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇവിടെ ശ്രീ ചന്ദ്രൻപിള്ളയും ജോസഫ് വാഴക്കനും പറഞ്ഞത് കേട്ടു. ഞാൻ ആദ്യം അതിൻ്റെ ഒരു മറുപടി, അതിനൊക്കെ കൂടി ഞാനൊരു മറുപടി പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൂടി ചേർന്ന് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾക്കെതിരെയുള്ള ഒരു പടപ്പുറപ്പാട് തന്നെയാണ്. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലറുടെ മന്ത്രിസഭയിൽ ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അതായത് പ്രൊപ്പഗൻഡ മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അവരുടെ പ്രൊപ്പഗൻഡ ഒരെണ്ണം ഫ്രെയിം ചെയ്യും, അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് ഇവരൊരു നുണകൾ ഇങ്ങനെ കൂമ്പാരം കൂട്ടി ഇവരിങ്ങനെ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആ ജോസഫ് ഗീബൽസിൻ്റെ പുതിയ അവതാരം 21-ാം നൂറ്റാണ്ടിലെ പുതിയ അവതാരമാണ് ശരിക്കും പറഞ്ഞ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി. കാരണം നുണകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് അദ്ദേഹവും അദ്ദേഹത്തിന് റാൻ മൂളി നിൽക്കുന്ന മറ്റുള്ള ആൾക്കാരും കൂടിയിട്ട് ഇവിടെ പറയുന്നത്. തുടക്കം തൊട്ട് തന്നെ ഈ ശബരിമല കേസ് വന്ന സമയം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളാണ്. അത് അവർ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണ്. കാരണം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ ആണെന്നുണ്ടെങ്കിൽ ശരി, എല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ അറ്റാക്ക് ചെയ്ത് വല്ലാതെ ഒരു എന്താ പറയുക, ഒരു ഭിത്തിയോട് ചേർത്തങ്ങ് അമർത്തി ആൾക്കാരെ, ഒരു ഹിന്ദു സമൂഹത്തെ മൊത്തം, വിശ്വാസി സമൂഹത്തെ മൊത്തം അങ്ങനെ ചേർക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പിണറായി വിജയൻ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ഗീബൽസിൻ്റെ ഒരു പുതിയ രൂപം, 21-ാം നൂറ്റാണ്ടിലെ പുതിയ ഒരു അവതാരം എന്ന് വേണം ഇതിനെ തീർച്ചയായിട്ടും പറയാൻ.
പിന്നെ ഇപ്പോൾ ശബരിമല കേസിലെ ബിന്ദുവിൻ്റെയും കനകദുർഗയുടെയും കാര്യത്തെക്കുറിച്ച് ചോദിച്ചത്, അതിൽ ശരിയാണ്, അവരൊരു പെറ്റീഷൻ പോയിരിക്കുന്നതിനകത്ത് അവരുടെ പ്രൊട്ടക്ഷൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അവരതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തന്ത്രി നടത്തിയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ കാര്യങ്ങളും അതിനെ എല്ലാത്തിൻ്റെയും ഇൻ്റർഫിയറൻസ് ആണ് അവരത് ചോദിച്ചിരുന്നത്. അപ്പം അതിൽ കോടതി തീർച്ചയായിട്ടും അതിന് യാതൊരു വിധമായിട്ടുള്ള ഒരു വിലയും കൽപ്പിച്ചില്ല. കോടതി അത് വളരെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആകെ അവർക്ക് 24/7 പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മാത്രമാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. അത് ഇവിടെ വളരെ ക്ലിയറാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ശരിക്കും സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളതും തീർച്ചയായിട്ടും സർക്കാരുമായിട്ടുള്ള ഒരു ഒത്തുകളി തന്നെയാണ്. അത് ഇവിടെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ള പല ചർച്ചകളിലും പല ആൾക്കാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് കോടതിയിൽ അവർ കൊടുത്തിരുന്ന ഒരു 51 പേര് കയറി എന്ന് പറയുന്ന ഒരു ലിസ്റ്റും അതുമായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഇഷ്യൂ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തതാണ്. അത്തരം കാര്യങ്ങളും എല്ലാം ഒരു ഗൂഢാലോചന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഡ്വക്കേറ്റ് ഉഷാനന്ദിനി, ഈ ഹർജിക്കാരുടെ ആവശ്യം, അതിൽ സുരക്ഷ ഒഴിച്ച് ബാക്കിയൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗം പറയുന്ന അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തു, ഞങ്ങൾ ഇപ്പോൾ തന്നെ സുരക്ഷ കൊടുക്കുന്നുണ്ട് എന്ന്. കൊടുക്കുന്ന സുരക്ഷയ്ക്ക് കൂടുതൽ സുരക്ഷ കൊടുക്കുക, അങ്ങനൊരു കാര്യം കോടതി പറഞ്ഞിട്ടുമില്ല. അവിടെയാണ് താങ്കൾ ഈ പറയുന്ന ഒരു ഒത്തുകളിയുടെ സൂചനയും വരുന്നത്. കാരണം ഇവിടെ പരിഹരിക്കപ്പെട്ട വിഷയം അവിടെ വീണ്ടും പ്രധാനമായി ഉന്നയിക്കുന്നു, അതിനോട് അനുബന്ധമായി മറ്റു കാര്യങ്ങൾ ഉന്നയിക്കുന്നു. റിട്ട് ഹർജികളുടെ സാധുത തന്നെ തള്ളിക്കളയാനുള്ള ഒരു മുൻകൂർ പദ്ധതിയുടെ ഭാഗമായി 51 പേരുടെ ലിസ്റ്റുമായി സർക്കാർ അഭിഭാഷകൻ സ്വമേധയായി ഇറങ്ങി പുറപ്പെടുന്നു. ഇങ്ങനെ പല കളികളാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് രഞ്ജൻ ഗൊഗോയ് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക, അവിടെ നടക്കുന്നതെല്ലാം ഞങ്ങൾക്കറിയാം എന്ന്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എൻ്റെ ചോദ്യത്തിൽ ബാക്കി നിൽക്കുന്നതും അങ്ങ് ഉത്തരം തരാത്തതുമായ കാര്യം, അങ്ങ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണല്ലോ, അതുകൊണ്ടാണ് സംശയ നിവാരണത്തിന് ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് അഭിഭാഷക പറയുന്നു. ഇന്ദിര ജയ്സ്വാൾ ആണെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടി വന്നത്. പറയുമ്പോൾ ഇന്ദിര ജയ്സിംഗ് അംഗീകരിച്ചില്ല കോടതി. റിട്ടുകൾക്കൊപ്പം പരിഗണിക്കണമെന്ന് പറയുമ്പോൾ പോലും അംഗീകരിച്ചില്ല. അങ്ങനെ ചെയ്യുമ്പോൾ 28 വിധിയുടെ സ്വഭാവത്തിനൊരു കർശന നടത്തിപ്പ് സ്വഭാവം സുപ്രീം കോടതി നൽകാൻ തയ്യാറല്ല എന്ന നിയമപരമായ വ്യാഖ്യാനം നിലനിൽക്കുന്നതാണോ അല്ലയോ? അതാണ് എൻ്റെ ചോദ്യം. അല്ല, അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു കാരണം അതൊരു ഡിക്ലറേറ്ററി ഓർഡറാണ്. അത് നിങ്ങൾ ഏതൊരു അഭിഭാഷകനോട് ചോദിച്ചാലും ആ ജഡ്ജ്മെന്റ് കൃത്യമായി മനസ്സിലാകാത്തത് 28 ജഡ്ജ്മെന്റ് അല്ല ഞാൻ ചോദിക്കുന്നത്. ഇത് പരിഗണിക്കുകയായിരുന്നു സാർ. ഒരു സെക്കൻഡ്, ഇപ്പോൾ അവിടെ പരിരക്ഷ കൊടുക്കണം എല്ലാവർക്കും. അവിടെ ശുദ്ധിക്രിയ നടത്തിയത് ഈ പറയുന്ന ഐത്ത ആചരണമാണ്, അതുകൊണ്ട് അത് സാധ്യമല്ല, തന്ത്രിക്കെതിരെയുള്ള നടപടികളിലേക്ക് പോകാം. ഇങ്ങനെയൊന്നും കോടതി പറയാതിരിക്കുമ്പോൾ ഒരു കർശന സ്വഭാവമുള്ള വിധിയായി അത് കോടതി ഇപ്പോൾ പരിഗണിക്കാൻ തയ്യാറല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ലളിതമാണ് ചോദ്യം. കാരണം ഇവിടെ ഒന്നും വേറെ കഴിയില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരുമാണ് ഉള്ളത്. ഒന്നും സാധ്യമല്ല, 28-നപ്പുറം ഇനി ഒന്നും സാധ്യമല്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അത് പുറപ്പെടുവിച്ച ജഡ്ജിമാർക്ക് പോലും അത്ര കർശനമായ ബോധ്യം ആ ജഡ്ജ്മെന്റിനെ പറ്റി ഇല്ലാതിരിക്കുമ്പോഴാണിത്. വേണു, ഇതിനകത്ത് ഞാനിവിടെ പറഞ്ഞല്ലോ, അതായത് ഒരു ഒത്തുകളി, അതായത് കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ പോയതും അതിനനുസരിച്ചിട്ട് കേസ് വന്നതും ബാക്കി സീനിയർ അഭിഭാഷകൻ വിജയ് ഹൻസാരിയ ആ ലിസ്റ്റും അതോടൊപ്പം തന്നെ ഒരു നോട്ടും എടുത്ത് കാണിച്ചത്. ഇതെല്ലാം കൃത്യമായ തിരക്കഥയാണ്. കാരണം ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ റിട്ട് പെറ്റീഷൻ്റെ കോപ്പി ഉണ്ട്. അതിൽ നിങ്ങൾ ആലോചിക്കണം, 1 ലിസ്റ്റ് ഓഫ് ഡേറ്റ്സിനകത്ത് 1/1/2019 പറയുന്ന ആ ഡേറ്റിൽ പറയുന്നത് 5 million women lined up across Kerala's 14 districts on Tuesday to form a human wall as part of the state government's Vanida Madil or Women's Wall for the entry of women at the Shabarimala temple. അതായത് ഇവിടെ ഇവർ നവോത്ഥാനം നടത്താൻ വേണ്ടിയിട്ട് വനിതാ മതിൽ നടത്തുകയാണ്, വനിതാ മതിൽ കൂടിയിരിക്കുന്നത് നവോത്ഥാനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ അത് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്ത് കോടതിയിൽ പോയിരിക്കുന്നത് നോക്കുക. ഇത് മനഃപൂർവ്വം പെറ്റീഷണറുടെ അഭിഭാഷകൻ ഇതൊന്നും അറിയാതെ ഡ്രാഫ്റ്റ് ചെയ്തതോ ഒന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ തിരക്കഥ. ആ തിരക്കഥ അനുസരിച്ചിട്ടാണ് ഈ ഒരു പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ കോടതിയെ അങ്ങനെ, കാരണം അത് വായിച്ചു നോക്കുന്ന ഒരാൾക്കോ ശബരിമല എൻട്രിക്ക് വേണ്ടിയിട്ട് ഇത്രയും വനിതകൾ കൂടിയോ? ഈ 50 ലക്ഷത്തിൻ്റെ കണക്കിലേക്കൊക്കെ ഇവിടെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം പറഞ്ഞ് കഴിഞ്ഞതാണ്. അതിൽ തന്നെ ഓർക്കണം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു പ്രെയർ എന്ന് പറയുന്നത് മാൻഡമസ് ആണ് ചോദിച്ചിരിക്കുന്നത് തന്ത്രിക്കെതിരെ. ഇഷ്യൂ എ റിട്ട് ഓഫ് മാൻഡമസ് ഡിക്ലെയറിംഗ് ഓൾ അതോറിറ്റീസ് not to conduct the rite of purification or to shut the temple on account of any women of the age 10 to 50 having entered the temple. തീർച്ചയായിട്ടും ഈ പെറ്റീഷൻ വായിച്ച് കോടതിയിൽ കൺസിഡർ ചെയ്തപ്പോൾ
നാടകീയമായിട്ട് സീനിയർ അഭിഭാഷകൻ ലിസ്റ്റ് എടുത്ത് മനസ്സിലായി. നോക്കൂ, ഇവിടെ തന്ത്രിയെ ഇട്ട് പെടാപ്പാട് പഠിപ്പിക്കുന്നത് മുഴുവൻ കോടതി ഇലക്ഷൻ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ്. ഈ പറയുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധി, അലംഘ്യമായ വിധി ഈ വ്യക്തി ലംഘിച്ചിരിക്കുന്നു. ഇതാണ് ഷോക്കോസ്. പക്ഷേ രഞ്ജൻ ഗൊഗോയ്ക്ക്, ചീഫ് ജസ്റ്റിസിന് ഇല്ലാത്ത നിയമപരമായ അത് നടത്തിപ്പിൻ്റെ അകത്തുള്ള പൂർണ്ണത കാണാനുള്ള ആഗ്രഹമല്ല. അദ്ദേഹത്തിന് പോലുമില്ല ഇത്രയും ആഗ്രഹം. അതാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇന്നിപ്പോൾ 15 ദിവസം കൂടെ നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇവിടെ തന്ത്രിക്ക്. അവിടെ അത് കണ്ട ഒരു ഭാവം പോലും വെച്ചിട്ടില്ല സുപ്രീം കോടതി. അപ്പോൾ ഇതാണ്, ഓരോരുത്തരെയായി വേട്ടയാടുകയാണ്. പറയുന്നതെല്ലാം കോടതി വിധി, ചൂണ്ടിക്കാട്ടുന്നതെല്ലാം കോടതി വിധി. കോടതിക്ക് പോലും ആ നിലപാടില്ലാതിരിക്കുമ്പോൾ കോടതിയേക്കാൾ വലിയ കോടതി ചമഞ്ഞ് ആളുകളെ വേട്ടയാടുന്നു. അതാണോ നടക്കുന്നത് അഡ്വക്കേറ്റ് ഉഷാ നന്ദിനി? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദേവസ്വം ബോർഡാണെങ്കിലും തന്ത്രിക്ക് നോട്ടീസ് കൊടുത്തു. കാരണം ഇതേ ദേവസ്വം ബോർഡ് തന്നെയാണ് 91 മഹേന്ദ്രൻ കേസിനകത്ത് പോലും ഒരു അഫിഡവിറ്റ് ഇവർ ഹൈക്കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയത്. അതായത് ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടേതാണ് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് 91 ജഡ്ജ്മെന്റിലുണ്ട്. ഹൈക്കോടതി ജഡ്ജ്മെന്റിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ ഇവർ ഈ ദേവസ്വം ബോർഡിൽ, അതായത് ഈ രാജാവിനേക്കാൾ വലിയ ഭക്തിയുള്ള മന്ത്രി എന്ന് കേട്ടിട്ടില്ല, അതേമാതിരിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് റാൻ മൂളി നിൽക്കുന്ന ആ ദേവസ്വം ബോർഡിന്റെ മെമ്പറും അല്ലെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മറ്റു ആൾക്കാരും തീർച്ചയായിട്ടും അവർ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് തന്ത്രിയോട് പിന്നെ എക്സ്പ്ലനേഷൻ ചോദിച്ചത്. അല്ലാതെ ഇവിടെ എന്താണ് എക്സ്പ്ലനേഷൻ മറുപടി കൊടുക്കാൻ വേണ്ടി. ശ്രീ കെ ചന്ദ്രൻപിള്ള തന്ത്രിയിലേക്ക് വരികയാണ്. ഇപ്പോൾ തന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി അടക്കം ഒരു വലിയ നിരയാണല്ലോ സംസാരിച്ചത്. ഷോക്കോസും കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 15 ദിവസം നീട്ടിക്കിട്ടിയിരിക്കുന്നു. എൻ്റെ ചോദ്യം, 2-ാം തീയതിയാണ് ഈ ശുദ്ധിക്രിയ നടക്കുന്നത്. 2-ാം തീയതി ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ കമ്മീഷണർക്ക് നൽകിയ കത്തുണ്ട്. എന്ന് വെച്ചാൽ ഈ കമ്മീഷണർ സന്നിഹിതനായിരുന്ന കൂടിയുള്ളൊരു കമ്മിറ്റിയാണ് ഈ ഷോക്കോസ് കൊടുത്തിരിക്കുന്നത്. കമ്മീഷണർ, 2 അംഗങ്ങൾ, പിന്നെ പ്രസിഡന്റ്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്: യുവതീ പ്രവേശം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ച ശേഷം തന്ത്രി തന്നെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ച് ആചാരപരമായ കാര്യങ്ങൾ നടത്തണമെന്നറിയിച്ചു. ശബരിമലയിലെ തന്ത്രി എന്ന നിലയിൽ തനിക്ക് ചടങ്ങുകൾ നടത്താതിരിക്കാനാവില്ല. പ്രസിഡന്റിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ദേവസ്വം PROയുടെ ഫോണിൽ നിന്ന് ക്യാമ്പ് ഓഫീസിലെ പ്യൂണിൻ്റെ ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത്. താൻ പുണ്യാഹവും ബിംബശുദ്ധിയും നടത്താൻ പോവുകയാണെന്നും ഇത് 45 മിനിറ്റിനകം പൂർത്തിയാക്കുമെന്നും തന്ത്രി പ്രസിഡന്റിനോട് പറഞ്ഞു. അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളുകളാണ്. കഴിഞ്ഞില്ല. സന്നിധാനത്ത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ ശുദ്ധിക്രിയ നടന്നത്. ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു? സന്നിധാനത്ത് ശുദ്ധിക്രിയ നടക്കുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, സോപാനം സ്പെഷ്യൽ ഓഫീസർ അവരുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞില്ല. ഇവിടെ ഈ പറയുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലും അവരുടെ സമ്മതത്തിലും ഈ ശുദ്ധിക്രിയ നടത്തിയതിന് ശേഷം തയ്യാറാക്കിയ മഹസർ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഈ 2 ഉദ്യോഗസ്ഥരും ഒപ്പിട്ടിട്ടുണ്ട്. ദേവസ്വം സൂപ്രണ്ടും കീഴ്ശാന്തിയും കഴകം, തളി, വാച്ചർ തുടങ്ങിയ ജീവനക്കാർ സാക്ഷികളായി ഒപ്പിട്ടിട്ടുണ്ട്. ഇത്രയും കഥ അവിടെ നടന്നു സാർ. എന്നിട്ടാണ് ഒരു തന്ത്രി ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തു, അതുകൊണ്ട് തന്ത്രിയെ ഞങ്ങളും അങ്ങ് ചെയ്തു കളയാം എന്ന നിലപാടെടുത്ത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. സത്യം എന്താണ്? നിങ്ങളുടെ നടപടി എന്താണ്? ഇതിന് പിന്നിലൊളിഞ്ഞിരിക്കുന്ന താല്പര്യം എന്താണ് ശ്രീ ചന്ദ്രൻപിള്ള? ഞാൻ പറയാം. ഇതിൻ്റെ പുറകിലൊന്നും ഒളിഞ്ഞിരിപ്പില്ല. ഇതെല്ലാം പകൽ പോലെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പ്രശ്നം ചർച്ച ചെയ്ത് ഇപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത്രയും ചെയ്യരുത്. സുപ്രീം കോടതിയുടെ വിധി ഇപ്പോൾ ബാധകമായി നിൽക്കുകയാണ്, നിയമത്തിന് തുല്യമാണ്. മാറ്റണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമം മൂലമോ പാർലമെൻറ്റ് ഇല്ലാത്തപ്പോൾ ഓർഡിനൻസിലോ മാറ്റാമായിരുന്നു, ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് നിയമത്തിന് തുല്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ആർത്തവം അയിത്തമാണെന്ന് കണക്കാക്കുകയും അയിത്തത്തിൻ്റെ പേരിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ അയിത്തം വിവേചനമാണെന്നുള്ള ബേസിസിലാണ് കോടതി വിധി വന്നിട്ടുള്ളത്. സുപ്രീം കോടതി വിധിയുടെ ഫണ്ടമെൻ്റൽ പ്രമൈസ് അതാണ്. അങ്ങനെയുള്ളൊരു വിധി നടപ്പിലാക്കുന്ന ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇനി റിട്ടുകളെല്ലാം പരിഗണിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഒരു വിധിച്ചെന്ന് വയ്ക്കൂ. നമുക്കെന്താ പ്രശ്നം? 91 ജസ്റ്റിസ് പരിപൂർണൻ്റെ നേതൃത്വത്തിലല്ല അദ്ദേഹത്തിൻ്റെ വിധി വന്നപ്പോൾ നമ്മളത് അതേപോലെ എടുത്തില്ലേ? പിന്നീട് സുപ്രീം കോടതിയിൽ മാറ്റം വന്നപ്പോഴല്ലേ പ്രശ്നം ഉണ്ടായുള്ളൂ. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തൊന്നും CPM എന്തോ കൂടി ആലോചിച്ച് ഇങ്ങനൊരു എന്തിനാണ് അങ്ങനെയൊക്കെ, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ കെട്ടിച്ചമയ്ക്കുന്നത്? സത്യസന്ധമായി നമുക്കിത് ചെയ്തുകൂടി. ഈ സുപ്രീം കോടതി വിധി CPMൻ്റെ ക്രിയേഷൻ അല്ലല്ലോ.
അഥവാ വിധി വന്നപ്പോൾ തന്നെ എല്ലാ പാർട്ടികളും പിന്താങ്ങിയതല്ലേ, പിന്നീടല്ലേ എടുത്ത് ചാടിയത്. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് നോക്കി നിൽക്കുമ്പോൾ ജനതുൻപിഴുന്നവർ വർദ്ധിക്കുകയും മുമ്പില്ലാത്ത പാർട്ടികളിലേക്ക് വരികയും ചെയ്യുമ്പോൾ സുവർണാവസരമാക്കാൻ പുറപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിങ്ങളെന്തിനിങ്ങനെ വാദിക്കണം? അങ്ങോട്ട് ജോലി നിങ്ങളെന്തിന് ഏറ്റെടുക്കണം? ശ്രീ ചന്ദ്രൻപിള്ള, ഇവിടെ 91 വിധിയും 2018 വിധിയും ആര് വാങ്ങിയില്ല എന്ന തർക്കവിതർക്കങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ വിധിയുടെ ബലത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. തന്ത്രിയുടെ കാര്യത്തിൽ ഈ മഹസർ റിപ്പോർട്ടുണ്ട്, അവിടെ അത് എൻ വാസുവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്തത് എന്താണ്? നിങ്ങൾ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നശിപ്പിച്ചു. അവിടെ ഒരു പ്രസിഡന്റിന് ഒരു വിലയുമില്ലാതാക്കി. ഈ പറയുന്ന 2 അംഗങ്ങളും ഒരു ഉദ്യോഗസ്ഥനുമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ TDP എന്നത് ആരുടെ പ്രതിനിധാനമാണ്? എങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത്? അവിടേക്ക് എത്തുന്നത് ഈ പറയുന്ന ഹിന്ദു അംഗങ്ങൾ മാത്രം വോട്ട് ചെയ്താണല്ലോ. അപ്പോൾ ആരെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ്? വ്യവസ്ഥാപിതമായ ഈ പറയുന്ന 50 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിഭാഗത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് ആ ബോർഡ്? ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന 1-2 തവണ പറഞ്ഞതുകൊണ്ട് അയാളെ ഇല്ലാതാക്കി. ഒരു സെക്കൻഡ് സാർ, നിങ്ങൾ ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഇല്ലാതാക്കി. ഇനി നിങ്ങൾ അത് കണ്ടുകൊണ്ട് ഇതാ വിശ്വാസികൾ പറയാണ് അടുത്തതായി നിങ്ങൾ ശബരിമലയും ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന്. അതിന് മുന്നോടിയായി ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഓരോരുത്തരെയായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഈ തന്ത്രി ബഹുമാന്യനായ മനുഷ്യൻ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ സമർപ്പിച്ചിരുന്നല്ലോ. എല്ലാം കേട്ട സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ച് പോഴന്മാരാണെന്ന് നമ്മൾ തീരുമാനിക്കരുത്. തന്ത്രിയുടെ വാദങ്ങളെ കൂടി നിരാകരിച്ചുകൊണ്ടാണ് വിധി വന്നത്. അതിനകത്ത് ഒരാൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. ആ വിധി ബാധകമാണ് ഈ തന്ത്രിക്കും. അതാണ് ദേവസ്വം ബോർഡിൻ്റെ നടപടികൾക്ക് അടിസ്ഥാനമായ കാര്യം. നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ നിയമവാഴ്ചയെ ലംഘിക്കുന്നതിന് പ്രോത്സാഹനം കൊടുക്കുന്ന മാധ്യമധർമ്മം നിർവഹിക്കുകയാണെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. എൻ്റെ ലളിതമായ ചോദ്യമായിരുന്നു ഈ വലിയ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, ഇതാ ഇന്ന ആളുകളൊക്കെ അറിഞ്ഞു, ഇന്ന ആളുകൾ സാക്ഷിപ്പട്ടികയിൽ ഒപ്പിട്ടിട്ടുണ്ട്, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു തന്ത്രി ഒറ്റയ്ക്ക് ചെയ്ത ഈ പറയുന്ന ഭരണഘടനയെയും സുപ്രീം കോടതിയെയും എല്ലാം വെല്ലുവിളിക്കുന്ന കർമ്മം ആ നിലയിൽ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവനവനോട് സത്യസന്ധനാകൂ. ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ ശരി ശരി ഞാൻ ഇടവേളയ്ക്ക് ശരി സാർ ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.